ആത്മീയ ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നവർ ഓടിത്തുടങ്ങണം. എന്താ കാര്യം എന്നറിയാവോ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലൊയോള തൻ്റെ യൗവനത്തിൽ കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാണ്ട് ക്ഷീണിച്ചു. പിന്നീട് വിശുദ്ധൻ ഇതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിരുന്നു. തൻ്റെ ശിഷ്യൻ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയയ്ക്ക് എഴുതിയ ഒരു കത്തിൽ ശരീരത്തെ വല്ലാണ്ട് പീഡിപ്പിക്കുന്ന പ്രായശ്ചിത്ത പ്രവൃത്തികൾ കർശനമായും ഉപേക്ഷിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. വിശുദ്ധൻ്റെ പോയിന്റ് ഇതാണ്: നമ്മുടെ ശരീരങ്ങൾ എത്രമാത്രം ആരോഗ്യമുള്ളതാണോ അത്ര കണ്ട് ദൈവത്തിനായി ചെയ്യാൻ നമുക്കാവും. സ്പിരിച്വാലിറ്റിയും ഫിസിക്കൽ ഹെൽത്തും കണക്റ്റഡ് ആണ്. വിശുദ്ധ അക്വീനാസ് പറയുന്നുണ്ട്, പുണ്യത്തിൽ വളരാൻ ശ്രമിക്കുന്നവർ ശരീരത്തെ നന്നായി നോക്കണം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് എന്നും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും പൗലോസ്ലീഹ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലരും ശരീരത്തെ കരുതുന്നേയില്ല. ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുന്നവർ എത്ര പേരുണ്ട്? നടക്കാനും ഓടാനും സമയം കണ്ടെത്തുന്നവർ എത്ര പേരുണ്ട്? കൃത്യമായി മരുന്ന് കഴിക്കുന്നതും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമല്ലേ? ക്ഷീണിച്ച ശരീരവുമായി പ്രാർത്ഥനയ്ക്കിരുന്നാൽ എന്തു പറ്റും? ഉറങ്ങിപ്പോകും. ക്ഷീണിച്ച ശരീരം കൊണ്ട്, ആരോഗ്യമില്ലാത്ത ശരീരം കൊണ്ട് നന്മകൾ ചെയ്യാനാകുമോ? സ്നേഹിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ശരീരം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് അലസത മാറ്റിവെക്കാം. അതാ പറഞ്ഞത്, ആത്മീയ ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നവർ ഓടി തന്നെ തുടങ്ങണം.